ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഈ സീരിയലിലെ റീമേക്ക് സീരിയലിൻ്റെ ആ ഒരു ഇതാണ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ പറയണത്. അങ്ങനെ നമ്മുടെ അഞ്ജലിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ അശ്വിനും അതുപോലെ തന്നെ ശ്രുതിയും കൂടി തിരിച്ച് വീട്ടിലേക്ക് എത്തുവാണ്. അങ്ങനെ അശ്വിനും ശ്രുതിയൊക്കെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അങ്ങനെ തന്നെ കുഴപ്പമൊന്നും ഇല്ലാതെ തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ദിവസമാണ് രാഖി കെട്ടുന്ന ദിവസം വരുന്നത്. അപ്പൊ നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, ശ്രുതി നിനക്ക് ചേട്ടന്മാരും അനിയന്മാരും ആരും ഇല്ലല്ലോ, എന്റെ ശ്യാമേട്ടന് നീ ചേട്ടനായിട്ട് കാണണം, ഇന്ന് രാഗി നീ കെട്ടിക്കൊടുക്കാൻ പോണത് എന്റെ ശ്യാമേട്ടന് എന്ന് പറയുക കേട്ടോ. ശ്രുതിക്ക് വല്ലാത്ത സന്തോഷം തോന്നുവാണ്. അങ്ങനെ നമ്മുടെ രാവിലെ തന്നെ ശ്രുതി അശ്വിനും അതുപോലെ തന്നെ ആകാശും കൂടി വരുവാ കേട്ടോ. അങ്ങനെ ചേച്ചി അഞ്ജലി ചേച്ചി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ രണ്ടുപേരെയും അഞ്ജലി ആരതി ഒഴിയാണ്. ഒഴിഞ്ഞതിന് ശേഷം രണ്ടുപേർക്കും കുങ്കുമൊക്കെ നെറ്റിയിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരുടെ കയ്യിൽ രാഗി കെട്ടിക്കൊടുക്കുവാണ്. ആ സമയത്ത് മുത്തശ്ശി ശ്രുതി ഇതെല്ലാം കണ്ടുകൊണ്ട് ശ്രുതി അവിടെ നിൽക്കുവാട്ടോ. അപ്പൊ മുത്തശ്ശി ശ്രുതി അടുത്ത് പറയുന്നുണ്ട്, ചെറുപ്പം മുതലേ അഞ്ജലി ഇങ്ങനെയാ, ചെറുപ്പം മുതൽ അവൾക്ക് ഓർമ്മ വെച്ച സമയം മുതൽ രണ്ടുപേരുടെയും കയ്യിൽ അവൾക്ക് രാഗി കെട്ടിക്കൊടുക്കണം. അത് രാവിലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പൂജകളായിരിക്കും അവൾക്ക് അന്ന് എന്നിങ്ങനെ പറയുവാണ്. അങ്ങനെ രണ്ട് അനിയന്മാർക്കും രാഗി കെട്ടിക്കൊടുക്കണം. രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാണ്. ആകാശും അതുപോലെ തന്നെ അശ്വിനും നമ്മുടെ അഞ്ജലിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാട്ടോ. അതിനുശേഷം അഞ്ജലി ഒരു ലഡു എടുത്തിട്ട് നമ്മുടെ അശ്വിനും അതുപോലെ തന്നെ ആകാശിനും കൊടുക്കുവാണ്. അപ്പൊ ലഡു തിന്ന ഉടനെ തന്നെ അശ്വിൻ പറയുന്നുണ്ട്, ഹായ് ചേച്ചി, ഇത് അടിപൊളി ലഡുവാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ലാവണ്യ പറയണ്ട, അയ്യോ ചേച്ചി ലഡു കൊടുക്കല്ലേ, മധുരമാണെന്ന് പറയുമ്പോൾ തന്നെ അഞ്ജലി പറയുന്നുണ്ട്, പേടിക്കേണ്ട ലാവണ്യ, ഇത് ഷുഗർ ഫ്രീ ആയിട്ടുള്ള ലഡുവാണ് എന്ന് പറയുവാണ്. ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട്, എന്നാലും ഇത് നല്ല സ്വീറ്റ് ആണല്ലോ, ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു നല്ല മധുരമുള്ള ഇത്ര നല്ലൊരു ലഡു ഞാൻ കഴിച്ചിട്ടില്ല, നല്ല പഞ്ഞി പോലെ ഉണ്ടെന്ന് അശ്വിൻ പറയുമ്പോൾ അഞ്ജലി പറയണ്ട്, അതെ ഈ പ്രാവശ്യം ലഡു ഉണ്ടാക്കിയത് ശ്രുതിയാണ് എന്ന് പറയുവാണ്. അത് കേൾക്കുന്നതും നമ്മുടെ അശ്വിൻ അവിടെ നിന്ന് പോകുവാട്ടോ. അതിനുശേഷം നമ്മുടെ അഞ്ജലി ശ്യാമിനെ വിളിക്കുന്നുണ്ട്, ചേട്ടൻ ഇത് എവിടെയാ? അതേ ശ്രുതി രാഗി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. ആർക്ക്? എനിക്കോ എന്ന് ശ്യാം ചോദിക്കുമ്പോൾ, അതെ ശ്രുതിക്ക് ആങ്ങളെയൊന്നും ഇല്ലല്ലോ, അപ്പൊ ശ്യാമേട്ടന്റെ കയ്യിൽ അവള് രാഗി കിട്ടാൻ പോണെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നതും ശ്യാമിന് ദേഷ്യം വരും കേട്ടോ. അഞ്ജലി, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, ഒരു അത്യാവശ്യ കാര്യത്തിന് ഇറങ്ങുമ്പോൾ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിക്കാൻ നിൽക്കരുതെന്ന്, ഞാൻ കുറെ ദൂരെയാണ്, എനിക്ക് ചിലപ്പോൾ വരാൻ വൈകും എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ടിയാണ്. ശ്യാമിനാകെ തലക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ ആവട്ടെ, കാണും ശ്രുതിനെ ആങ്ങളെ പോലെ കാണും ആ ഒരു രീതിയാണല്ലോ രാഗി എന്ന് പറഞ്ഞത്. അത് കേട്ടത് നമ്മുടെ അശ്വിൻ അവിടെ ശ്യാം അവിടെ ദേഷ്യത്തോടു കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുവാണ്. ട്രാഫിക്കിലൊക്കെ പോയിട്ട് ചെറുതായിട്ടൊന്ന് ട്രാഫിക്കിലൊക്കെ പെട്ട് എന്താ പറയുക ചെറിയൊരു ആക്സിഡന്റ് പോലെ ആവും. പക്ഷെ പറ്റുമൊന്നുമില്ല കേട്ടോ. ശ്യാം വെറുതെ ശ്യാമിന്റെ ഭാഗത്താ തെറ്റ്, എന്നിട്ട് പോലും എതിരെ വന്ന വണ്ടിക്കാരനെ വഴക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ശ്യാം. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ വൈകിട്ടാവുമ്പോഴേക്കും നമ്മുടെ അഞ്ജലിയും അതുപോലെ തന്നെ ശ്രുതിയും അതുപോലെ തന്നെ നമ്മുടെ ലാവണ്യയും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, എപ്പോഴാണ് അഞ്ജലി ചേച്ചി ഇവരുടെ കല്യാണത്തിന് മുമ്പ് ഞാൻ ലാവണ്യനെ നല്ല അടിപൊളി മിടിക്ക് കുട്ടിയാക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട്, വാട്ട് ശ്രുതി നീ എന്താ പറഞ്ഞത്? കാർട്ടൂൺ ബേബി കല്യാണമോ? ആർക്ക്? അല്ല നിങ്ങളുടെ കല്യാണം, അശ്വിൻ സാറിന്റെയും ലാവണ്യ മേഡത്തിന്റെയും. വാട്ട്സ് നാട്ടുപുറം ഇങ്ങനെ പറയണത്? ഞങ്ങളുടെ കല്യാണമെന്നല്ല, ഞങ്ങൾ ലിവിങ് ടുഗദർ ജീവിക്കാൻ പോവാ. ലിവിങ് ടുഗദറോ? അതെന്താ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, ഹോ ഈ കാർട്ടൂൺ ബേബിക്ക് ഒന്നും അറിയില്ലേ, ലിവിങ് ടുഗദർ എന്ന് വെച്ചാൽ അഞ്ജലി ചേച്ചി ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു പറയുമ്പോൾ അഞ്ജലി ഒന്നും മിണ്ടില്ല കേട്ടോ. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, എന്ന് വെച്ചാൽ അതെന്താ ലീവ് എന്ന് വെച്ചാല് ജീവിക്കുക, ഗദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്, അതന്നെയല്ലേ കല്യാണം എന്ന് ശ്രുതി പറയുമ്പോൾ, അയ്യോ അതല്ല കല്യാണം എന്ന് പറഞ്ഞാൽ താലി കെട്ടി രജിസ്റ്റർ ചെയ്ത് ഒരുമിച്ച് ജീവിച്ച് കുട്ടികളെയൊക്കെ പ്രസവിച്ച് ആ ഒരു ഇതല്ലേ കല്യാണം, എല്ലാവരും അറിയിച്ച് ജീവിക്കുക എന്നുള്ളത്. ലിവിങ് ടുഗദർ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ കല്യാണം അത് താലിയൊന്നും കെട്ടാണ്ട് ആർക്കും മുറപ്രകാരം ആചാരം നോക്കാണ്ട് ഒരുമിച്ച് ജീവിക്കണതാണ് ലിവിങ് ടുഗദർ. അയ്യോ അപ്പൊ ഭാര്യ ഭർത്താക്കന്മാരാവില്ലേ എന്ന് ശ്രുതി പറയുമ്പോൾ, എന്തിനാ ഭാര്യ ഭർത്താക്കന്മാരാവണം? ലിവിങ് ടുഗദർ വെച്ചാൽ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ, അയ്യേ അതെന്താ ആചാരം എന്ന് ശ്രുതി പറയുമ്പോൾ, അങ്ങനെയൊക്കെ ഉണ്ട്, കാർട്ടൂൺ ബേബിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയാത്തോണ്ടാ. സത്യം പറയട്ടെ കാർട്ടൂൺ ബേബി, ഇവിടുത്തെ മുത്തശ്ശി ഉണ്ടല്ലോ, എന്നെയും അശ്വിനെയും വെവ്വേറെ റൂമിൽ കിടത്തിയോണ്ടാ. ഇവിടുത്തെ മുത്തശ്ശി അങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനും അശ്വിനും എപ്പോഴും ലിവിങ് ടുഗദർ ആയാനെ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് അതൊട്ടും ദഹിക്കുന്നില്ല. ശ്രുതി അപ്പൊ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സമൂസ എടുത്ത് കഴിക്കുവാണ്. അത് അയ്യേ ഒരുമിച്ച് കല്യാണം കഴിക്കാതെ ജീവിക്കണതോ, അതൊക്കെ എന്ത് ആചാരമാണെന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിക്ക് പെട്ടെന്ന് എക്കിളിങ്ങനെ വരുവാട്ടോ. ആ സമയത്തിന് അശ്വിൻ അങ്ങോട്ട് വരുന്നുണ്ട്, ലാവണ്യ എനിക്ക് നിന്നോട് കുറച്ച് ബിസിനസ് കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ശ്രുതി ഇങ്ങനെ എക്കിളെടുക്കുവാണ്. അപ്പൊ അശ്വിൻ ഇങ്ങനെ ഹേയ് എന്നിങ്ങനെ കാണിക്കുമ്പോൾ തന്നെ സോറി എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പെട്ടില്ല, അഞ്ജലി ചേച്ചി ഞാൻ പോകുവാണ്. അഞ്ജലി ഇപ്പോൾ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും എക്കിള് മാറുന്നില്ല കേട്ടോ, ചേച്ചി ഞാൻ പോട്ടെ. അയ്യോ ശ്യാമേട്ടൻ വന്നിട്ട് ആകെ കെട്ടിക്കൊടുത്തില്ലല്ലോ, അത് സാരമില്ല ഞാൻ പോട്ടെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കുക കേട്ടോ. അന്ന് രാത്രിയാണ് ശ്രുതി കിടന്നുറങ്ങുന്ന സമയത്ത് ആ സ്വപ്നം കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹിന്ദിയിലെ ഒരു കോടതി റൂം പോലെയാണ് കാണുന്നത്, പക്ഷെ മലയാളത്തിൽ പോലീസ് സ്റ്റേഷന്റെ രൂപമല്ല. അതായത് അശ്വിന് ഒരു ജയിൽ പുള്ളിനെ പോലെ ശ്രുതി
ശ്രുതി ഒരു പോലീസുകാരിയായിട്ടല്ലേ വേഷം കെട്ടുന്ന പ്രൊമോയില് കാണിച്ചത്. അപ്പോൾ ഞാൻ ഹിന്ദി വെച്ചിട്ട് തന്നെ പറയാം കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട മലയാളത്തിൽ തന്നെ പറയാം. അങ്ങനെ നമ്മുടെ ശ്രുതി പോലീസുകാരായിട്ട് വേഷം ഇടുവാണ്. അപ്പൊ തൊട്ട് അശ്വിനാണ് ഒരു പ്രതിനെ പോലെ ഒരു കസേരയിൽ ഇരിക്കുവാണ്. തൊട്ട് മുമ്പിൽ തന്നെ ലാവണ്യുണ്ട്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, എടാ അശ്വിനെ, നീയാണ് എല്ലാത്തിനും കാരണം. നീ എന്തിനാണ് ഈ പെൺകുട്ടീനെ കല്യാണം കഴിക്കാണ്ട് ലിവിങ് ടുഗദർ ആവാന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചെന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ബിസിനസ് അല്ല എന്ന് അശ്വിൻ പറയുമ്പോൾ, ഞാനൊരു പോലീസുകാരിയാണ്, എന്നെ ചോദ്യം ചെയ്യണോ, നിന്നെ ഞാൻ ജയിലിലെടുക്കും, നീ നോക്കിക്കോ എന്ന് പറയുവാണ്. അങ്ങനെ അശ്വിൻ ലാവണ്യ പറയുന്നുണ്ട്, പോലീസുകാരി എനിക്ക് സത്യം പറഞ്ഞാൽ കല്യാണം കഴിച്ച് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹം. ഈ അശ്വിൻ നിർബന്ധിച്ച് ഞാൻ ലിവിങ് ടുഗദർ ആവാന്ന് വിചാരിച്ചത്. ആഹാ, നീ പെൺപിള്ളേരെ പേടിപ്പിച്ച് ലിവിങ് ടുഗദർ ആക്കും എല്ലേടാ എന്ന് പറഞ്ഞിട്ട് അശ്വിന്റെ തലക്കിട്ട് അടിക്കാൻ പോകുമ്പോഴേക്കും ശ്രുതിയുടെ തലക്കിട്ട് നമ്മുടെ അമ്മായി വന്നൊരു കൊട്ടുവാണ്. പെട്ടെന്ന് ശ്രുതി സ്വപ്നത്തിൽ നിന്ന് എഴുന്നേക്കുവാണ്. ഈശ്വര, സ്വപ്നത്തിലും ഇയാൾ തന്നെയാണല്ലോ ഞാൻ കാണുന്നത്. എൻ്റെ ഈ കടലമിഠായിനെ എപ്പോഴും സ്വപ്നത്തിൽ കാണണല്ലോ ഈശ്വര എന്നൊക്കെ വിചാരിക്കുക കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ അടുത്താഴ്ച കാണാൻ പോണതും. ഇതിന് ഹിന്ദിയിലെ ഭാഗമാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഹിന്ദി കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു റിവ്യൂ ഇടുന്നത് കേട്ടോ. അപ്പൊ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.